ഹായ് മക്കളെ, ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കുമ്പളം അല്ലേ കിമ്പളം. അത് 2 സവോള, 2 ഉരുളൻകിഴങ്ങ്, ഇച്ചിരി വെളുത്തുള്ളി ഇവ ചേർത്ത് ഒരു പുളിങ്കറി വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഞാൻ കുമ്പളം വൃത്തിയാക്കിയിട്ടുണ്ട്. കുമ്പളവോ വെള്ളരി വർഗ്ഗങ്ങൾ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. അമ്മച്ചി അത് വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണ്. നമുക്ക് ചപ്പാത്തിക്ക് കൂട്ടാനോ ചോറിനോ കഞ്ഞിക്കോ എന്തിനു വേണേലും ഇത് കൂട്ടാം. ചെറുതായി ഞാൻ കട്ട് ചെയ്യുന്നു, കണ്ടല്ലോ. ഈ രീതിയിൽ ചെറുതായി നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് അത് ഞാൻ കട്ട് ചെയ്തത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. നോക്കിയാട്ടെ, ഉണ്ടോ? അപ്പൊ കുമ്പളമാകാം, കിമ്പളമാകാം, പിന്നെ നമ്മൾ ഈ എന്താണ് തടിയങ്ക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതാകാം. വെള്ളരി വർഗ്ഗങ്ങളിലെ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. അമ്മച്ചി കട്ട് ചെയ്യുന്ന കണക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് ചെറുതാക്കി അരിയുക. അപ്പോൾ നമുക്ക് മീനൊന്നും കിട്ടിയില്ല എങ്കിൽ നമുക്ക് ഇതേപോലെ എന്തെങ്കിലും പച്ചക്കറിയുടെ നമ്മുടെ വീട്ടുവളപ്പിൽ കിളിക്കുന്നതാകട്ടെ, പുറത്തുനിന്ന് മേടിക്കുന്നതാകട്ടെ, ഏത് വേണമെങ്കിലും ഇതേപോലെ നമ്മൾ ചെറുതായിട്ട് കൊച്ചു കൊച്ചായിട്ട് അരിഞ്ഞിട്ട് അടുക്കിയിട്ട് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്യുക. കേട്ടോ? കണ്ടോ? അമ്മച്ചി കട്ട് ചെയ്യുന്ന കണ്ടല്ലോ. ഇതേമാതിരി കട്ട് ചെയ്യുകയാണ്. കണ്ടല്ലോ? കണ്ടല്ലോ. ഇനി ഞാൻ ഉരുളൻകിഴങ്ങ് അതേപോലെ കട്ട് ചെയ്യുകയാണ്. ഉരുളൻകിഴങ്ങും ചെറുതായിട്ട് ഇതേപോലെ ഞാൻ കഷ്ണിക്കുന്നു. അപ്പോൾ 2 ഉരുളൻകിഴങ്ങും സവോളയും വെളുത്തുള്ളിയും കുമ്പളം അല്ലെ കിമ്പളം അല്ലെ തടിയൻ അല്ലെ വെള്ളരി വർഗ്ഗം ഏതായാലും എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏതായാലും ഇതേപോലെ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. നല്ല ഫ്രഷായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഞാൻ സവോള കട്ട് ചെയ്യാൻ പോവുകയാണ്. സവോളയും അതേപോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് കഷ്ണിക്കാം. കണ്ടല്ലോ? ചെറുതായിട്ട് നമ്മൾ സവോളയും കട്ട് ചെയ്യുന്നു. മഴക്കാലത്ത് കറിക്കൊന്നും കിട്ടിയില്ല എന്നും പറഞ്ഞ് നമ്മൾ വിഷമിക്കേണ്ട. വീട്ടിലുള്ള പച്ചക്കറി വർഗ്ഗങ്ങൾ എടുത്ത് നമുക്ക് ഇത് ചെയ്യാം. അത്രേ ഉള്ളൂ. കണ്ടല്ലോ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് ഇത്രയും ഞാൻ കാണിക്കുന്നു. അപ്പോൾ കിമ്പളം അല്ലേ കുമ്പളം, ഉരുളൻകിഴങ്ങ്, അതുപോലെ തന്നെ സവോള. ഇനി ഞാൻ വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുള്ളൂ. വെളുത്തുള്ളി അരിയുന്നില്ല, ഇവിടെ വെച്ച് നമുക്ക് കത്തിക്ക് അതിനെ ഒന്ന് പതുക്കാം. അതായത് അരിയുന്നില്ല, ഒന്ന് കണ്ട ഞാൻ ഒന്ന് പതുക്കി ചതയ്ക്കുന്നു. ഇടിയൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല, വെറുതെ ഒന്ന് ചതയ്ക്കുന്നു. അത് നമുക്ക് അവസാനം വഴറ്റാൻ നേരം എടുക്കാൻ വേണ്ടിയാണ്. മനസ്സിലായല്ലോ? നമുക്ക് കറിക്ക് അവസാനം നമ്മളിതൊന്ന് വഴറ്റും. അപ്പോൾ ആ വഴറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. എങ്കിൽ നമുക്കിപ്പോൾ അങ്ങ് ചതച്ച് വെക്കാം. ചാത്തി വെച്ച് ഉടച്ച് വെച്ചത് അരിഞ്ഞിട്ടില്ല. കണ്ടല്ലോ? ഇനി ഇതിനെ ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ 4 കൂട്ടം കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ ഇന്ന് കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ കുക്കർ എടുത്തു. കുക്കറിലേക്ക് ഞാൻ ഉരുളൻകിഴങ്ങ് കഷ്ണിച്ചത് ചേർക്കുകയാണ്. കുക്കറിലേക്ക് ഉരുളൻകിഴങ്ങ് കഷ്ണിച്ചത് എടുത്തു. അതിനുശേഷം സവോള അരിഞ്ഞതെടുത്തു. അതിൽ നിന്നൊരു 2-3-4 കഷ്ണം കുറച്ച് കണ്ടോ, ഒരു നുള്ളിനും വേണ്ടി ഞാൻ ആ വെളുത്തുള്ളിയോടൊപ്പം ചേർത്ത് വെച്ചിട്ടുണ്ട്. അത്രയും ഇരുന്നോട്ടെ. അത് നമുക്ക് അവസാനത്തെ ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ അത് അവിടെ ആ കട്ടിംഗ് ബോർഡിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയും സവോളയും കൂടെ ചെയ്തു. ഇനി അതിൻ്റെ അകത്ത് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളം അല്ലേ കിമ്പളം അല്ലേ തടിയങ്ക, എന്ത് വേണേലും നിങ്ങൾക്ക് വിളിക്കാം. എന്ത് വെച്ചും ചെയ്യാം. വെള്ളരി വർഗ്ഗം ഞാൻ പറഞ്ഞല്ലോ. അതിനെല്ലാം കൂടെ ഒരുമിച്ച്. അപ്പം 3 കൂട്ടം കാര്യങ്ങളേ ഉള്ളൂ. അതിനെ ചേർത്തിട്ട് നമ്മൾ കണ്ടല്ലോ കുക്കറിലോട്ട് എടുത്ത് വെച്ചു. അത് നിങ്ങളെ ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ കിഴങ്ങ്, ഉള്ളി, കുമ്പളം ഇത്രയും സാധനമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. കുക്കറിലേക്ക് നമ്മൾ എല്ലാം എടുത്തു വെച്ചു. എടുത്തു വെച്ച സാധനത്തിൽ നമ്മളൊന്ന് കണ്ടല്ലോ, കുക്കറിൻ്റെ അകത്ത് ഇതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ട് 1/2 ഗ്ലാസ്. അതിൻ്റെ ആവശ്യമുള്ളൂ. കാര്യം ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും. കൊച്ചു കപ്പാണെങ്കിൽ നമ്മൾ ചായ കുടിക്കുന്ന കൊച്ചു കപ്പാണെങ്കിൽ അതിന് 1 കപ്പ് വെള്ളം മതി.
ഒരു സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിൽ അതിന് 1/2 കപ്പ് വെള്ളം ചേർക്കുക. അത്രയും ആവശ്യമേ ഉള്ളൂ. കാരണം കുമ്പളത്തിന്നും കിമ്പളത്തിന്നും ഇതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. നമുക്കറിയാമല്ലോ, സവോളയിലും ഇറങ്ങും, കിഴങ്ങിന് മാത്രമല്ല. അപ്പം ഞാൻ ഗ്യാസ് കത്തിക്കുന്നു, ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചു. നമുക്ക് ഒരു വിസിലിന്റെ ആവശ്യമേ ഉള്ളൂ. ഞാൻ വീണ്ടും അതിനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ആ നേരത്തെ എടുത്ത് വെച്ച ഉള്ളി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിയാണ്, മല്ലി, ജീരകം, പച്ചമുളക്, ഇത്രയും സാധനമാണ് ഇനി നമുക്ക് വഴറ്റാനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ, സവോള, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, മല്ലി, ഇതൊക്കെയാണ്. കണ്ട സ്റ്റീം ഇതാ വന്നോണ്ടേ ഇരിക്കുന്നു. കണ്ടോ, അടുപ്പിൽ നന്നായിട്ട് കത്തുന്നു. സ്റ്റീം ഇതാ വന്നു. അതിനെ ഇറക്കി വെച്ചു. എന്നിട്ട് ഞാൻ ചട്ടി അടപ്പത്ത് വെച്ചു. അതായത് കറി വെക്കേണ്ട കറിച്ചട്ടി അടപ്പത്ത് വെച്ചു. കണ്ടല്ലോ, അത് വേറെ മാറ്റി വെച്ച് നിങ്ങളെ തുറന്ന് കാണിച്ചതാണ്. അപ്പം അതിൻ്റെ അകത്ത് ആവശ്യമായ വെള്ളവും അത് വേവിയും ചെയ്ത് കണ്ടോ. നമ്മൾ 1/2 ഗ്ലാസ് വെള്ളമേ ഒഴിച്ചോളൂ. പക്ഷെ കണ്ടല്ലോ, നമുക്ക് ആവശ്യമായ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം അതിൻ്റെ അകത്ത് ഉണ്ട്. കണ്ട ചട്ടിയിൽ നമ്മൾ എന്തൊക്കെ ഇട്ടു, പച്ചമുളകും വെളുത്തുള്ളിയും എണ്ണയും കണ്ട സവോളയും എല്ലാം കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. കണ്ടല്ലോ, ജീരകവും എല്ലാരെയും കൂടെ ചേർത്ത് വഴറ്റിയ കണ്ടോ, മല്ലിയും എല്ലാവരും ഉണ്ട്. എല്ലാരെയും കൂടെ ചേർത്ത് നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, മല്ലി, ഇവരെ എല്ലാരെയും കൂടെ കുറച്ച് എണ്ണ ചട്ടിയിലൊഴിച്ച് ചൂടായതിന് ശേഷം നമ്മൾ ഇവയെല്ലാം ചേർത്ത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലോ, കണ്ടല്ലോ, ഏകദേശം വഴന്ന് വന്നോണ്ടേ, ഏകദേശം നന്നായി വഴന്ന് വരട്ടെ. നല്ല ചൂടിൽ വഴന്ന് വരുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ എന്ത് ചേർക്കേണ്ടത്? ഇപ്പോൾ വഴന്ന് വന്നുകൊണ്ടിരിക്കുക. നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങളാണ്. പൊടിവർഗ്ഗങ്ങൾ കൊടുത്തിട്ടില്ല, മല്ലിയും ജീരകവും കൊടുത്തിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അത് പൊടിയാത്തതാണ്. മുഴുവനെയുള്ള മല്ലിയും അതുപോലെ തന്നെ ജീരകവും. കണ്ടല്ലോ, നന്നായിട്ടൊന്ന് ആ എണ്ണയ്ക്കകത്തത് കണ്ടോ, നന്നായിട്ട് വഴന്ന് വരികയാണ്. കറിക്ക് ആവശ്യമായ ഉപ്പാണ് ഇപ്പോൾ കൊടുത്തത്. കറിക്ക് ആവശ്യമായ, ഇവിടെ ഉപ്പ് കുറച്ച് മതി, അതുകൊണ്ടാണ് ശകല ഉപ്പ് പരൽ ഇട്ട് കൊടുത്തത്. അപ്പൊ ഉപ്പ് പരലിടുമ്പോഴത്തേക്ക് ആ സവോളയൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടും. ആ എണ്ണ ഒന്ന് തെളിഞ്ഞു വരാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ പകുത്ത് വെച്ചത്. അതിലേക്ക് നമ്മൾ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർക്കുന്നത്. വേറൊന്നും ചേർക്കത്തില്ല, മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർക്കും. ആ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ആ എണ്ണയിൽ നിന്ന് കണ്ടോ നന്നായി ഒന്ന് വഴങ്ങാൻ വേണ്ടിയാണ് എണ്ണ തെളിച്ച് അതിലോട്ട് ഇട്ടത്. എല്ലാം കൂടെ വൃത്തിയായിട്ടൊന്ന് വഴറ്റും. ആ പച്ചമണം മാറുന്നിടം വരെ നമ്മളൊന്ന് നന്നായി അത് വഴറ്റുന്നുണ്ട്. ആ എണ്ണയിലാകുമ്പോൾ ആ മണം അങ്ങ് മാറും. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ സമയത്ത് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്തത്. അപ്പോൾ സവോള, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, മല്ലി ഇതെല്ലാം മൂത്ത് ഏകദേശം ഒരു പകുതി മുക്കാൽ മൂപ്പായപ്പോഴാണ് നമ്മൾ ഇവരെ കൂടെ കൊടുത്തത്, മുളക് പൊടിയും മഞ്ഞപ്പൊടിയും. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് വാളംപുളിയുടെ സോസാണ്. വാളംപുളിയുടെ സോസാണ്. വാളംപുളിയുടെ സോസാണ് കൊടുക്കുന്നത്. വാളംപുളി ഉപയോഗിക്കേണ്ടവർക്ക് വാളംപുളി പിഴിഞ്ഞ് ഉപയോഗിക്കാം. ഇവിടെ സോസ് ഉണ്ടായതുകൊണ്ട് ശകലം വാളംപുളിയുടെ സോസ് നമ്മൾ കൊടുക്കും. കണ്ടല്ലോ, വാളംപുളിയാണ്. ചമ്മന്തിപ്പുളി, വാളംപുളി എന്നൊക്കെ പറയും. അതിൻ്റെ സോസും കൂടെ നമ്മൾ അതിനോടൊപ്പം ചേർത്ത്. അപ്പോൾ പുളിയായി, ഉപ്പായി, മുളക് പൊടിയായി, മഞ്ഞപ്പൊടിയായി, വെളുത്തുള്ളി, കണ്ടല്ലോ, സവോള, പച്ചമുളക്, മല്ലി, ജീരകം. അതിലേക്ക് നമ്മളിതാ കുക്കറിൽ വേവിച്ച് വെച്ച സാധനം ഒഴിച്ചു കൊടുത്തു. അതെന്തൊക്കെയാണ്? ഉരുളൻകിഴങ്ങ്, സവോള ആൻഡ് കുമ്പളം, ഇതെല്ലാം കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് അതിനൊന്ന് നന്നായി യോജിപ്പിക്കാം. വളരെ ടേസ്റ്റിയും എളുപ്പവും ചെയ്യാവുന്ന ഒരു കറിയാണ്. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ആരേലും വരുന്നു, പെട്ടെന്ന് ഒരു കറി വെക്കണം, പെട്ടെന്ന് നമുക്കിത് വെക്കാവുന്നതേ ഉള്ളൂ.
പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കറിയാണ്. നമ്മൾ വേറെ വെള്ളം അഡീഷണൽ ചേർത്തില്ല. നമുക്ക് ആവശ്യമായ ഗ്രേവി ഉണ്ട്. അത് ചപ്പാത്തിക്ക് ഇത് കൊള്ളാം, ഏതിനും ഇത് കൊള്ളാം. കണ്ടല്ലോ, വെജ് മാത്രം ഉപയോഗിക്കുന്ന വീട്ടിലുള്ള ആളുകൾക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടം വരും. കാര്യം അവരെപ്പോഴും പല സൈസ് വെജ് കറികളാണല്ലോ കൂട്ടുന്നത്. ഇത് കണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ അതിനെല്ലാം ഒന്ന് ഉടച്ച്, അപ്പോൾ ആ കിഴങ്ങൊന്ന് ഉടയ്ക്കുമ്പം കറിക്കൊരു കുറുകൽ കിട്ടും. ഒന്നിനോടൊന്ന് പെടാതിരിക്കത്തില്ല. അപ്പോൾ പരസ്പരം ഒന്ന് യോജിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേവി കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മളൊന്ന് ഊത്തിവിട്ടത്. കണ്ടല്ലോ, അതൊന്ന് തിളയ്ക്കട്ടെ. പെരുംജീരകവും തക്കോലവും കൂടെ നമ്മൾ അവസാനമായിട്ട് ഒന്ന് ഞെരടി, തക്കോലം കണ്ടോ, ഒരു തക്കോലും പെരുംജീരകവും കൂടി നമ്മൾ അവസാനമായിട്ട് ആ കറി തിളയ്ക്കുന്നതിൽ കൊടുക്കും. ഇനി എല്ലാവരെയും കൂടെ ഒന്ന് യോജിപ്പിക്കുക. കുമ്പളങ്ങ പുളിങ്കറിയാണ് നമ്മൾ ഈ വെക്കുന്നത്. അപ്പൊ നമ്മുടെ കറിക്ക് കുമ്പളങ്ങ പുളിങ്കറി എന്ന് പറയാം, കിമ്പളങ്ങ പുളിങ്കറി എന്ന് പറയാം. അതേപോലെ തന്നെ വെള്ളരി വർഗത്തിലെ വെള്ളം ചിമ്പുന്ന ഏത് വസ്തു വെച്ച് വേണേലും നമുക്ക് ഇതേപോലെ ചെയ്യാം. ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. കണ്ടല്ലോ, ഇത് നമ്മുടെ മക്കൾക്ക് വല്ലപ്പോഴൊക്കെ വെച്ച് കൊടുത്താൽ അവർ സ്വാദിഷ്ടമായ ആഹാരം കഴിക്കും. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു നോട്ട് വരുള്ളൂ.